നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിലെ GD മെട്ടിലെ ഗജലരാമരത്തിൽ 100 ഏക്കർ വിസ്തൃതിയിൽ പുതിയ മെഗാ ബസ് ടെർമിനൽ നിർമ്മിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ A. രേവന്ത് റെഡ്ഡി. നാടകശാല ഹൈദരാബാദും മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും ചേർന്നൊരുക്കുന്ന ഏകപാത്ര നാടക മത്സരം ഇക്താര 26 ജൂൺ 28 സെക്കന്ദരാബാദിൽ വെച്ച് നടത്തപ്പെടുന്നു. സെക്കന്ദരാബാദിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ തണലോണം 2026 ആഗസ്റ്റ് 16 ഇന്ത്യൻ റെയിൽവേയുടെ 18ാമത് സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. ഹൈദരാബാദിലെ സംഗമം കലാ സാംസ്കാരിക കേന്ദ്രയുടെ ഈ വർഷത്തെ ഓണാഘോഷം ആഗസ്റ്റ് 23 ചക്രിപുരം സിരി ഗാർഡനിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മുതൽ നടത്തപ്പെടുന്നു. ഹൈദരാബാദിലെ പഞ്ചകുട്ട പോലീസ് സ്റ്റേഷനിൽ നിയമിതനായ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൈബർ തട്ടിപ്പിനിരയായി. നഷ്ടപ്പെട്ടത് ഏകദേശം 50,000 രൂപ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ വിശദമായി. ഹൈദരാബാദിലെ GD മെട്ടിലെ ഗജലരാമരത്തിൽ 100 ഏക്കർ വിസ്തൃതിയിൽ പുതിയ മെഗാ ബസ് ടെർമിനൽ നിർമ്മിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ A. രേവന്ത് റെഡ്ഡി. അടുത്ത 3 മാസത്തിനുള്ളിൽ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ ടെർമിനൽ ഹൈദരാബാദിലെ വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യങ്ങൾക്ക് പരിഹാരമാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിലുള്ള ബസ് സ്റ്റേഷനുകളിലെ തിരക്കുകൾ കുറയുമെന്നും അതോടെ ദീർഘദൂര നഗരാന്തര യാത്രകൾ കൂടുതൽ കാര്യക്ഷമമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടകശാല ഹൈദരാബാദും മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും ചേർന്നൊരുക്കുന്ന ഏകപാത്ര നാടക മത്സരം ഇക്താര 26 ജൂൺ 28 സെക്കന്ദരാബാദിൽ വെച്ച് നടത്തപ്പെടുന്നു. അവർ സേക്രഡ് സ്പേസ് തിയേറ്ററിൽ വെച്ച് വൈകിട്ട് 3 മണി മുതലാണ് നാടക മത്സരം നടത്തപ്പെടുന്നത്. ഹിഡുംബി, നിയോഗം, ചെരുപ്പ്, ഭ്രാന്ത്, ദൈവത്തിന്റെ വിലാപം, സ്മൃതി പർവം, സ്വപ്ന സ്ഫോടനം, ദി ലാസ്റ്റ് സ്റ്റിച്ച് എന്നിങ്ങനെ 12 മിനിറ്റുകൾ വീതമുള്ള 8 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. ഈ ഏകപാത്ര നാടക മത്സരത്തിന് സാക്ഷിയാകാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. പ്രവേശനം സൗജന്യം. സെക്കന്ദരാബാദിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ തണലോണം 2026 ആഗസ്റ്റ് 16 പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ഉണ്ണിമേനോനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് പരിപാടിയിലെ മുഖ്യ ഇനം. താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. നീളത്തുഴയാം നിധി തുടിക്കാം ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള എല്ലാ മലയാളി കുടുംബങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ 18ാമത് സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. 4 പതിറ്റാണ്ടുകളായുള്ള ആന്ധ്രാപ്രദേശിന്റെ ആവശ്യമാണ് ഈ മേഖലയുടെ രൂപീകരണത്തോടെ നിറവേറുന്നത്. വിശാഖപട്ടണം, വിജയവാഡ, ഗുണ്ടക്കൽ, ഗുണ്ടൂർ എന്നീ 4 ഡിവിഷനുകളാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയിൽ ഉൾപ്പെടുന്നത്. പുതിയ സോണിന്റെ രൂപീകരണം ഒരു ചരിത്ര നാഴികക്കല്ല് ആണെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ N. ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ഹൈദരാബാദിലെ സംഗമം കലാ സാംസ്കാരിക കേന്ദ്രയുടെ ഈ വർഷത്തെ ഓണാഘോഷം ആഗസ്റ്റ് 23 ചക്രിപുരം സിരി ഗാർഡനിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മുതൽ നടത്തപ്പെടുന്നു.
കോഴിക്കോട് ടൈം ജോക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും കോമഡി ഷോയും മറ്റ് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഗാനമേള നയിക്കുന്നത് പ്രശസ്ത പ്ലേബാക്ക് സിംഗർ വിവേകാനന്ദനും സംഘവുമാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഹൈദരാബാദിലെ പഞ്ചകുട്ട പോലീസ് സ്റ്റേഷനിൽ നിയമിതനായ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൈബർ തട്ടിപ്പിനിരയായി. നഷ്ടപ്പെട്ടത് ഏകദേശം 50,000 രൂപ. ജൂൺ 8-നായിരുന്നു സംഭവം. തട്ടിപ്പുകാർ അയച്ച വ്യാജ RTA ചലാൻ ഫയൽ ഡൗൺലോഡ് ചെയ്തതിനെ തുടർന്ന് ASIയുടെ ഫോണിൽ ഒന്നിലധികം അലേർട്ടുകൾ വരികയും തുടർന്ന് ബാങ്ക് അക്കൗണ്ടിൽ അനധികൃത ഇടപാടുകൾ നടന്നതായി കണ്ടെത്തുകയും ചെയ്തു. സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ട്രാഫിക് ചലാനുകളോ സർക്കാർ സേവനങ്ങളോ ആയി ലഭിക്കുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിച്ചു. സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ടൗൺ ടു ടൗൺ എന്നിവയിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. സൗജന്യ യാത്രകൾ അനുവദിച്ചിട്ടുള്ള ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചിരിക്കും. സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ തുടങ്ങിയ സർവീസുകൾ മുതൽ മുകളിലോട്ടുള്ള മറ്റെല്ലാ സൂപ്പർ ക്ലാസ് സർവീസുകളിലും ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ സൗജന്യ യാത്ര അനുവദിക്കില്ല. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.